ഡേ ഫോർ എവരി വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. ഞാൻ ഇന്ന് എൻ്റെ ടോമിനെയും മാഗിനെയും കൊണ്ട് പിന്നീടുള്ള പറമ്പിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് ദിവസമായി അവരെ അവിടെ നിർത്തിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവരെന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴാണ് വരികയെന്ന് നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് അവർക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ അവിടെ ഒരു കാക്കയ്ക്ക് കുറച്ച് ഞാൻ ചപ്പാത്തിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാക്കേനെ ഓടിക്കുന്ന തിരക്കിലാണ് നമ്മുടെ ടോമിക്കുട്ടൻ. അപ്പം ഞാനും വിചാരിച്ചു കാക്ക ആ ചപ്പാത്തി അങ്ങ് എടുത്ത് കൊണ്ട് പൊക്കോട്ടെ, അതിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാനും അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോമിയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കാക്കതേ പറന്ന് പോയി. ഇനി നമുക്ക് പതുക്കെ നമ്മുടെ ടോമിയുടെയും മാഗിയുടെ അടുത്തേക്ക് പോകാണ്ടോ. കുറേ നേരമായി അവരെന്നെ ഇങ്ങനെ കാത്തു നിൽക്കണം. അവർക്ക് ഇഷ്ടമാണ് പറമ്പിലൊക്കെ പോയി കളിക്കാനായിട്ട്. ഹായ് മാഗി, ഹൗ ആർ യു? നീ റെഡിയാണോ? നമുക്ക് പോയിട്ട് വരാം അല്ലേ? നമുക്ക് നമ്മുടെ പറമ്പൊക്കെ പോയിട്ടൊന്ന് കാണാം എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷം എന്ന്. എത്ര പുല്ലൊക്കെ വന്നു നമുക്ക് നോക്കണ്ടേ. നീ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞില്ലേ? കുറച്ച് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അത് രണ്ടുപേരും ഇരുന്ന് ഷെയർ ചെയ്ത് കഴിക്കും. വഴക്കൊന്നും കൂടില്ല കേട്ടോ. ചിലപ്പോൾ പക്ഷേ മാഗിയുടെ മൂടെങ്ങാനും പോയി കഴിഞ്ഞാൽ ഒരു കടിയൊക്കെ വെച്ച് കൊടുക്കും ടോമിക്ക്. എന്നാലും ഇന്ന് മാഗി വളരെ ശാന്തയാണ്, ഹാപ്പിയാണ് ആൾ. ഇപ്പോൾ ഔട്ടിങ്ങിന് പോകുന്ന ഒരു തിരക്കിലാണ്. ആ സന്തോഷം മുഖത്ത് നമുക്ക് കാണാം. അവളുടെ വളരെ റിലാക്സാണ്. ടോമിയാണെങ്കിൽ ഭയങ്കര ഫുഡിയാണ്. അവന് ഫുഡ് കളഞ്ഞിട്ടുള്ള ഒരു കാര്യവുമില്ല. ശരി, നമുക്ക് പോവാം. നിറച്ച് പുല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പറമ്പിൽ. മഴയൊക്കെ കഴിഞ്ഞ് കുറച്ച് പുല്ലൊക്കെ ആയിട്ടാണ് നിൽക്കണേ. എന്നാലും നമ്മുടെ നായ്ക്കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. പുല്ലിലൊക്കെ പോയി കളിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. നമ്മുടെ ടോമി മാഗി എന്നെ എസ്കോട്ട് ചെയ്ത് ഞാൻ നടക്കുന്നുണ്ട്. കുറച്ച് വെയിലൊക്കെ ഉണ്ട്. ഒരു ഉച്ച കഴിഞ്ഞൊരു സമയമാണ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അവർ രണ്ടുപേരുള്ള കാരണം ഞാനും ഹാപ്പിയാണ്. നല്ലൊരു നേരം പോക്കാണ്. വെയിലൊക്കെ ആറി തുടങ്ങിയ ഒരു സമയമാണ്. വൈകുന്നേരത്തേക്ക് ആവാൻ്റെ സമയമായി. അവർക്ക് ഈ പുല്ല് കഴിക്കുമോ അവർ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട്. ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് ഇരുന്ന് പുല്ല് കഴിക്കണതാണ് രണ്ടുപേരും കൂടിയിട്ട്. എന്ത് പുല്ലാണെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ചിലപ്പോൾ ഇങ്ങനെ നീണ്ടിട്ടൊരു പോലത്തെ പുല്ലൊക്കെയാണ് അവർ കഴിക്കണത്. ഇടയ്ക്ക് പോയി കഴിക്കണത് കാണാൻ പുല്ല്. അവർ ഹാപ്പി ആയിട്ട് റിലാക്സായിട്ട് ഇങ്ങനെ പറമ്പിൽ ഇങ്ങനെ ഓടിക്കളിക്കുകയും നടക്കാൻ നല്ലൊരു രസമല്ലേ കാണാനായിട്ട്. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പുല്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പറമ്പൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട്. മഴക്കാലം ആയതുകൊണ്ടായിരുന്നു തുലാവർഷമൊക്കെ ഒന്ന് മുഴുവൻ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കുറച്ച് ലേറ്റായത്. അത് കഴിയുന്നതോടുകൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് പച്ചക്കറിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി ചെയ്തിരുന്നു. പച്ചക്കറി ഒരുപാട് വിളവെടുപ്പും ഞാൻ ചെയ്തിരുന്നു. കുറേ സെയിൽ ചെയ്യാനും പറ്റി, കുറേ വീട്ടിലേക്കും പറ്റി എടുക്കാനായിട്ട്. അപ്പോൾ മഴക്കാലത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മഴക്കാലം കഴിഞ്ഞിട്ടല്ലേ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറേശ്ശെ ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനെ ഒക്കെ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ള ഈ കളറൊരു മഞ്ഞ പൂവ് പറമ്പിൽ നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനതൊരു ഫ്ലവർ വേസിൽ വെച്ചിട്ടുണ്ട്. അത് പിടിച്ചു വന്നിട്ടുണ്ട്. അത് പൂക്കൾ നല്ല ഭംഗിയുണ്ട്. ചെറിയ സൂര്യകാന്തിയുടെ പൂ പോലത്തെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് പറമ്പ് മുഴുവൻ ഇങ്ങനെ പൂക്കളുണ്ടായി നിൽക്കണ നല്ല രസമാണ്. അപ്പോൾ കുറച്ച് അതിൻ്റെ തണ്ടൊക്കെ മുറിച്ച് ഞാൻ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അതിലും പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം അങ്ങനെ നമ്മുടെ ടോമി മാഗിയും ദേ ഇങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട്. ഇങ്ങനെ അവർ അവിടേക്ക് ഓടണു ഇവിടേക്ക് ഓടണു. ഭയങ്കര ഹാപ്പിയാണ് അവർ. ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് അവരിങ്ങനെ കറങ്ങണം. അവർ ശരിക്കും ഒരു കമ്പനി തന്നെയാണ്. നല്ല കമ്പനിയാണ് അവർ. അവരുടെ നല്ല സേഫാണ്. നമ്മൾക്കും ഒരു പേടിയൊന്നും തോന്നിയില്ല പറമ്പിലൊറ്റയ്ക്ക് ഇങ്ങനെ നടക്കുമ്പോൾ. നായ്ക്കുട്ടികളുള്ള കാരണം ഒരു കൂട്ടാണ് നമുക്കും. ഹലോ മാഗി, പിന്നെ കാണാം അല്ലേ? ഓടിക്കളിക്കുകയാണ് രണ്ടാളും. വീട്ടിലേക്ക് തിരിച്ചു പോവാം. കളിച്ചോളൂ കേട്ടാ മക്കൾ, കളിച്ചോളൂ കേട്ടാ. കളിച്ചോളൂ. നല്ല കുട്ടിയാണ് കേട്ടാ. വെരി ഗുഡ് ഗേൾ.